പത്തനംതിട്ട ജില്ലയിലെ കോന്നിക്ക് സമീപം കല്ലേലിൽ അച്ചൻകോവിൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ക്ഷേത്രമാണ് ഊരാളി അപ്പൂപ്പൻകാവ്. കോന്നി താലൂക്കിലെ അരുവാപ്പുലം ഗ്രാമപഞ്ചായത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മലദൈവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന ഊരാളി അപ്പൂപ്പനാണ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ. വടക്കഞ്ചേരി വെള്ളിച്ചൻ, ഗണപതി, പരാശക്തി, യക്ഷിയമ്മ, നാഗരാജാവ്, നാഗയക്ഷി, രക്തരക്ഷസ്, കുട്ടിച്ചാത്തൻ, കൊച്ചുകുഞ്ഞ് അറുകല, ഭാരത പൂങ്കുറുവൻ, ഭാരത പൂങ്കുറുത്തി, ഹരിനാരായണ തമ്പുരാൻ തുടങ്ങിയവരാണ് ക്ഷേത്രത്തിലെ മറ്റു ഉപദേവതകൾ. മലയാള മാസമായ കർക്കിടകത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന പ്രധാന ചടങ്ങുകളിൽ ഒന്നാണ് കർക്കിടക വാവ് ബലി. ആനയൂട്ട്, വാനരയൂട്ട്, മീനൂട്ട് എന്നിവയാണ് ക്ഷേത്രത്തിലെ മറ്റു പ്രധാന ആചാരങ്ങൾ. ദ്രാവിഡ നാഗഗോത്രങ്ങളുടെ പരമ്പരാഗത കലകളായ കുംഭപാട്ട്, ഭാരതക്കളി, തലയാട്ടം കളി, വെള്ളംകുടി നിവേദ്യം, ആഴിപൂജ, കല്ലേലി വിളക്ക് എന്നിവയാണ് ക്ഷേത്രത്തിന്റെ പ്രത്യേകതയാണ്. പടയണി, മുടിയാട്ടം തുടങ്ങിയ ആചാരപരമായ കലകളും വിശേഷാവസരങ്ങളിൽ അവതരിപ്പിക്കാറുണ്ട്. മേടമാസത്തിലെ പത്താമുദയ ഉത്സവമാണ് പ്രധാനം. കർക്കിടക നാളുകളിലും ആളുകളേറെ. അപ്പൂപ്പന് അടുക്കു വെക്കുക എന്നതാണ് കാവിലെ പ്രധാന ആചാരം. കള്ള്, താമ്പൂലം, കരിക്ക് തുടങ്ങിയവയാണ് അടുക്കിലുള്ളത്. ദിവസവും കരിക്ക് പടയണിയുമുണ്ട്. ചുരുങ്ങിയത് 3 കരിക്ക് മുതൽ 999 എണ്ണം വരെ പടയണിക്കായി ഉപയോഗിക്കുന്നു. മലകളെ ഉണർത്തി ഊട്ടി സ്തുതിക്കുക എന്ന വിശ്വാസത്തിലാണ് ഇവിടുത്തെ പൂജകൾ. കാവിന്റെ അധിപനായി ഊരാളി അപ്പൂപ്പനെയും തൊട്ടരികിൽ ഊരാളി അപ്പൂപ്പന്റെ അമ്മയെന്ന സങ്കല്പത്തിൽ അമ്മൂമ്മയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ദിവസവും പൊങ്കാലയും രാവിലെ 9 മുതൽ വൈകിട്ട് വരെ അന്നദാനവുമുണ്ട്. കോവിഡ് കാലത്ത് പോലും അന്നദാനത്തിന് മുടക്കം വന്നിട്ടില്ല. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള അഭേദ്യ ബന്ധത്തിന്റെ പ്രതീകമാണ് കാവിലെ ചടങ്ങുകൾ. വാനരയൂട്ടും മീനൂട്ടും ഉദാഹരണങ്ങളാണ്. അച്ചൻകോവിലാറ്റിൽ കാവിന് ചേർന്നുള്ള കടവിലെ മത്സ്യസമ്പത്തും കാവിന് തണലാകുന്ന വൻമരങ്ങളിലെ വാനരക്കൂട്ടവുമൊക്കെ കണ്ണിന് ആനന്ദമാകുന്നു.